കായംകുളം നഗരസഭയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സ്ഥലംമാറ്റം വിവാദത്തിലായി. സ്ഥലംമാറ്റം പ്രതികാര നടപടിയുടെ ഭാഗമാണെന്ന് ആരോപണമുയർന്നിരുന്നു. എന്നാൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ട്രിബ്യൂണലിനെ സമീപിച്ച് സ്ഥലംമാറ്റത്തിന് സ്റ്റേ വാങ്ങി. കായംകുളം നഗരസഭയിൽ ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിനെ ചൊല്ലിയുള്ള വിവാദം നടക്കുന്നതിനിടെയാണ് നഗരസഭ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സ്ഥലം മാറ്റിയത്. സ്ഥലം മാറ്റം സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നതോടെ വലിയ വിവാദങ്ങൾക്കും തുടക്കമായി. കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റിയത് ജൈവമാലിന്യ പ്ലാന്റിന്റെ പണം നൽകാനുള്ള രാഷ്ട്രീയ സമ്മർദ്ദത്തെ അവഗണിച്ചതിന്റെ പ്രതികാര നടപടിയാണെന്നാണ് ആരോപണമുയർന്നിരിക്കുന്നത്. UDF നേതാക്കൾ ഉൾപ്പെടെയാണ് ഈ ആരോപണവുമായി രംഗത്തുള്ളത്. അതേസമയം വിവാദത്തിനിടെ എഞ്ചിനീയർ ട്രിബ്യൂണലിനെ സമീപിച്ച് സ്ഥലം മാറ്റത്തിന് 3 ആഴ്ചത്തെ സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. നഗരസഭയിൽ ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചത് കഴിഞ്ഞ LDF ഭരണകാലത്താണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് എത്തി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. എന്നാൽ പ്ലാന്റിന്റെ കരാറെടുത്ത കമ്പനി നഗരത്തിലെ ജൈവമാലിന്യം ശേഖരിച്ച് പ്ലാന്റിലെത്തിച്ച് സംസ്കരിച്ച് വളമാക്കണം എന്നതായിരുന്നു വ്യവസ്ഥ. ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഇതുവരെ തുടങ്ങിയിട്ടുമില്ല. ഉദ്ഘാടനം നടത്തിയെങ്കിലും പ്ലാന്റ് പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയപ്പോൾ പ്ലാന്റ് പ്രവർത്തിപ്പിച്ച ശേഷം മാത്രമേ ബാക്കി തുക നൽകൂ എന്ന നിലപാടെടുത്തു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. എന്നാൽ കരാർ കമ്പനിക്ക് ബാക്കി പണം നൽകാൻ ഉദ്യോഗസ്ഥർക്കുമേൽ സമ്മർദ്ദമുണ്ടായെന്നാണ് ആരോപണം ഉയർന്നത്. ഇതോടെ പ്ലാന്റിന്റെ ഫയൽ പരിശോധനയ്ക്കായി നഗരസഭാ അധ്യക്ഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നും വാങ്ങി. ഇതുമായി ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് വിളിപ്പിച്ചതായും പറയുന്നു. ഇതിനിടെയാണ് നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ മുറിയിലും നഗരസഭാ ചെയർമാന്റെ മുറിയിലും രാത്രി അജ്ഞാതൻ കയറി ഫയൽ തിരഞ്ഞു എന്ന സംഭവം പുറത്തുവരുന്നത്. ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും നഗരസഭ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സ്ഥലമാറ്റം തുടർ ദിവസങ്ങളിലും വലിയ ചർച്ചകൾക്ക് ഇടയാക്കും. CDNet ന്യൂസ്, കായംകുളം.